ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. മീൻ പിടിക്കുന്നതല്ല. കഴിഞ്ഞ ദിവസം രാത്രി ചേട്ടന് 2 മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട് കാണിക്കാൻ പോയപ്പോൾ സൈഡിൽ തോട്ടിൽ കൂടെ പോകുന്നത് കണ്ടു. കൊരുപാട്ട് കോഴിക്കോടലിട്ട് അങ്ങനെ കിട്ടിയതാണ്. ഈ കാണുന്നതാണ് മീൻ. അതിൻ്റെ വൃത്തിയാക്കലും പൊരിക്കുന്ന രീതിയും മസാലക്കൂട്ടൊക്കെയാണ് പറയുന്നത്. നിങ്ങളും ഇങ്ങനെയാണോ വറുത്തെടുക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 7-8 വെള്ളം കഴുകിയിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് 2-3 വെള്ളം കഴുകണം. അതിന് ശേഷമുള്ള വീഡിയോയാണ്. അതിലേക്ക് വൃത്തിയാക്കിയെടുത്ത മീനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയിലേക്ക് അളവും കാര്യങ്ങളും കൂട്ടുക. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും പറയാത്തത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തതാണ്. നമ്മൾ ഈ പുഴമീൻ എടുക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മസ്റ്റായിട്ട് ഇടണം. കാരണം എന്തെങ്കിലും വിഷാംശമോ കാര്യങ്ങളോ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വറുത്ത ഉലുവ അല്പം ചേർക്കണം. അതിനുശേഷം മല്ലിപ്പൊടി, കുരുമുളക് ചതച്ചത് ഇതെല്ലാം കൂടെ എടുത്തൊന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം മസാല എല്ലാ ഭാഗത്തും എല്ലാ മീനിനും മീനിൻ്റെ കഷ്ണത്തിലും കിട്ടുന്ന രീതിക്ക് ഒന്ന് പുരട്ടിയെടുക്കണം. നമ്മൾ ഈ കൂട്ടിലേക്ക് നാരങ്ങയുടെ നീരും ചെറുനാരങ്ങയുടെ അരമുറി നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം തൈര് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചേർക്കാം. കാരണം നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ട് തയ്യാറാക്കൂലേ, അതുപോലെയാണ് ഇതും നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല മല്ലിയില കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് അല്പം കൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിതെല്ലാ പുരട്ടും കൂടെ ചേർത്ത്, അതായത് ഈ കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് അടച്ച് മാറ്റി വയ്ക്കണം. അതിന് ശേഷം മാത്രമേ നിങ്ങൾ മീൻ വേവിക്കാൻ വേണ്ടി ഇടാവൂ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളവിടെ ഈ മീൻ എന്ത് പേരാണ് പറയുന്നത്? നമ്മളിവിടെ നെടുമീൻ എന്നാണ് പറയുന്നത്. ചില നാട്ടിൽ അതായത് ചില ജില്ലകളിൽ മനഞ്ഞിലോ അങ്ങനെ എന്തോ പേര് പറയാറുണ്ട്. കറക്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളിത് ചൂണ്ടയ്ക്കാണ് പിടിക്കുന്നത്. ചൂണ്ടയ്ക്ക് കോഴിക്കോടലിടുകയാണെങ്കിൽ ആശാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കയറി പിടിക്കും. രാത്രിയാണ് മെയിനായിട്ട്. ഇരയെ തേടി ഇറങ്ങുന്ന ടൈമിലാണ് നമ്മളിത് പിടിക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇടണം. കറിവേപ്പില നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ പൊരിക്കുന്ന വീഡിയോ, അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോയാണ് കാണിക്കുന്നത്. പാനിലാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി ഇട്ടിട്ടുണ്ട്. അവസാനം ഞാൻ ആ ചട്ടിയിൽ തന്നെ ചോറൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.